Good morning, Daddy. Good morning. Good morning, Daddy. Good morning. Shobha എവിടെ? Shobha? Good morning, Daddy. Good morning, Shobha dear. Lakshmi! Hey, Lakshmi, എന്താ ഇത്? What is this? Check. അയ്യോ, മേശ കൊടുക്കാനുള്ള തുണിയല്ല നീ ഉടുത്തിരിക്കുന്നത്. സാരി മേശ വയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല. സാരമില്ല, വല്ലതും കഴിക്കൂ. 10 കൊല്ലമായില്ലേ ലക്ഷ്മി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്? ഞാൻ ഓർക്കാതെ സാരി തുമ്പുണ്ടും തുടച്ചുപോയി. നീ അതിന്റെ വിസ്താരമാണ്. വേഗം നിറച്ച് വല്ലതും കഴിക്കൂ. എന്താടാ ഇവിടെ ബഹളം? ചെറിയ മീൻ കൂടി ഇരുന്ന് കാപ്പി കുടിക്കൂ. ഞങ്ങൾക്കും ചില ചിട്ടകളൊക്കെ ഉണ്ട് മാധവ. ഞാനും ലക്ഷ്മി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറ്. നന്നായി പോയി ചെറിയമ്മേ, അങ്ങനെ തന്നെ പറയണം. ബാബു, നല്ലവണ്ണം കഴിക്കേ. ഇത് മതി, ഡാഡി. വളരുന്ന പ്രായത്തിൽ കുട്ടികൾ നല്ലവണ്ണം ആഹാരം കഴിക്കണം. കുമാർ, എന്താടാ നീ പോക്കറ്റ് മറച്ചു പിടിച്ചിരിക്കുന്നത്? കൈയെടുക്ക. എന്താടാ നിന്റെ പോക്കറ്റ് കീറിയിരിക്കുന്നത്? പിള്ളേരല്ലേ, കളിച്ചപ്പോ കീറിയതാവും. അലക്കിക്കൊണ്ട് വന്നപ്പോഴേ കയറിയിരുന്നു. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ സ്വീറ്റ്സും മറ്റും പാക്കറ്റിൽ ഇട്ടോണ്ട് തിന്നരുതെന്ന്? സ്വീറ്റ്സ് പാക്കറ്റിൽ കിടന്നതുകൊണ്ട് എനിക്ക് കണ്ടിരിക്കും. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. യെസ്, ഡാഡി. ലക്ഷ്മി, കാഫി കൊണ്ടൊന്ന് വെച്ചില്ലേ? കാഫി 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 കാഫി. ഇവനാരാ? പഴയ അടുക്കള ജോലിക്കാരൻ പോയി, പുതിയതായി നിയമിച്ചതാ. എന്താ നിന്റെ പേര്? എ കൃഷ്ണൻ. അമ്പാടി കൃഷ്ണൻ എന്നാണോ? അയ്യപ്പൻ കൃഷ്ണൻ എന്നാണ്. ഏ കൃഷ്ണ, കാഫി കൊണ്ടുവരുമ്പോ വിളിച്ചു പറയണമെന്നില്ല. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ സംസാരിക്കാൻ തന്നെ പാടില്ല. മനസ്സിലായോ? അയ്യപ്പ കൃഷ്ണൻ പോയി കുറച്ച് ചമ്മന്തി കൊണ്ടുവരും. ഏ കൃഷ്ണനെ നീ കോമഡിക്ക് വേണ്ടി നിയമിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ചട്നി 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 ചട്നി. ഏ കൃഷ്ണ, വിളിച്ചു പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓർക്കാതെ വിളിച്ചു പോയതാണേ. ഈ ശീലം അങ്ങ് മാറ്റാം. അതിരിക്കട്ടെ, ഇവിടെ വരുന്നത് വരെ നിനക്ക് എന്തായിരുന്നു ജോലി? ഓ, സ്റ്റേഷൻ. സ്റ്റേഷൻ? അതെ, റെയിൽവേ സ്റ്റേഷനിൽ കാപ്പി വാങ്ങിച്ചുകൊണ്ട് വിൽക്കലായിരുന്നു. കോഫി 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 കോഫി. അതാണോ ശബ്ദം പറ്റി എങ്ങനെയായി പോയത്? ഓ, ഏ കൃഷ്ണ, കോമഡി റിലീഫിനായതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുന്നില്ല. പക്ഷേ വളരെ വേഗം നിന്റെ ശബ്ദം നേരെയാക്കണം. ഈ വിളിച്ചു പറയലും ഉപേക്ഷിക്കണം. എന്താ? ഓ, ഇതല്ല. ഫ്ലവർ ബേസിന്റെ ചുവട്ടിലാണോ കണക്കുകൾ സൂക്ഷിക്കുന്നത്? ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കണക്ക് നേരത്തെ തരാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. എന്താ ഇത്? 3-ാം വാരം നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുന്നു. ഇത് സിനിമ നോട്ടീസല്ലേ? എല്ലാം അതിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. ഇത് തീയതി വെച്ചിട്ടില്ലല്ലോ. ആ നോട്ടീസിൽ തന്നെ തീയതി ഉണ്ടല്ലോ. ലക്ഷ്മി, എന്താ ഇത്? എത്ര പറഞ്ഞാലും ഒരു നല്ല പേപ്പറിൽ കണക്കെഴുതി വെക്കാത്ത കഷ്ടം തന്നെ. മുണ്ട് 4, ഷർട്ട് 6, പാന്റ് 6, കസവ് വേഷ്ടി 4, സാരി 7, നിക്കർ 4, ആകെ 31. ലക്ഷ്മി, എന്താണിത്? അലക്കുകൂലി കൊടുത്ത കണക്ക് അതിന്റെ പുറകിലുണ്ട്. ഇതാ, കുമാറിന് പനിക്ക് മരുന്ന് വാങ്ങിയത്, പിന്നെ ചെറിയമ്മയ്ക്ക് കുഴമ്പ് വാങ്ങിയത്, പിന്നെ 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 ലക്ഷ്മി, ഞാൻ വീട്ടുകണക്ക് ചോദിക്കുന്നത് ലുബ്ധനായതുകൊണ്ടല്ല. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്ന പ്രമാണക്കാരനാണ് ഞാൻ. നിനക്കൊന്നും അറിയില്ല. അറിയേണ്ടതൊക്കെ എനിക്കറിയാം. എന്റെ ഭർത്താവിന് മനപ്രയാസം ഉണ്ടാക്കാതെ പെരുമാറാൻ അറിയാം. സ്വാദുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അറിയാം. പ്രസവിക്കാനും അറിയാം. നിർത്ത്. ഈ പ്രസവത്തിന്റെ അറിവ് ഇനി പ്രയോഗത്തിൽ വരുത്തണ്ട. പിന്നെ ഞാൻ വൈകുന്നേരം വരുമ്പോ ഈ കണക്കുകളെല്ലാം നല്ല ഭംഗിയായി വൃത്തിയുള്ള ഒരു കടലാസിൽ എഴുതി സൂക്ഷിക്കണം കേട്ടോ. മാധവൻ ആഫീസിൽ പോകുന്ന വഴിയല്ലേ ഇവരുടെ സ്കൂള്? ഇവരെ കൂടെ കാറിക്കയറ്റി അവിടെ വിടരുതോ? അതൊക്കെ തെറ്റായ ശീലങ്ങളാണ്. ഇവർ നടന്നു തന്നെ പോകണം. ഞാൻ 10 മൈൽ നടന്നു പോയാണ് പള്ളിക്കൂടത്തിൽ പഠിച്ചത്. അത് ചെറിയമ്മയ്ക്ക് അറിയാമല്ലോ. ടാറ്റാ മോളെ, ടാറ്റാ. മാധവൻ നായർ വരുന്നുണ്ട്. ബില്ല് തയ്യാറാക്കും. ബില്ല് സാർ.
Good morning. Good morning. Fine. Good morning. Good morning. Yes, Mr. John. UK-ലേക്കുള്ള എക്സ്പോർട്ട് ഓർഡർ ഡെലിവറി ഇന്നലെ എടുത്തുവെന്ന് കേബിൾ വന്നിട്ടുണ്ട് സർ. Good. പിന്നെ USA-ൽ നിന്ന് ഒരു പുതിയ ഓർഡർ വന്നിട്ടുണ്ട്. Very good. പുതിയ കമ്പനിയാണ്. Yeah. അവരുടെ ഏജൻസ് ബോംബെയിലുണ്ട്. അവരുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇന്നലെ വന്നിരുന്നു. അവർ റിപ്ലൈ അയച്ചോ? ഇല്ല സർ. ഇന്ന് Yes. Coimbatore call? Call me after 5 minutes. അതെന്താ ഇന്നലത്തെ റിപ്ലൈ അയക്കാൻ പാടില്ലായിരുന്നു? സോറി സർ. Mr. John, 1 day's delay will lead to 1 month's delay in business, you know. It's all right. When attend your work. John, ഈ നാഷണൽ സിറ്റി ബാങ്കിൽ NC കൺഫർമേഷൻ വന്നു അന്വേഷിക്കും. പിന്നെ നമ്മുടെ ഫ്രീസിംഗ് പ്ലാനിലേക്ക് ഒരു കമ്പി അടിച്ചു. ഹലോ, പ്ലീസ് ബുക്ക് എ കാർ ടു ബോംബെ. യെസ് യെസ്, അവർ ഷിപ്പിംഗ് ഏജൻസ്. കമ്പി അടിക്കണ്ട, ഒന്ന് വിളിച്ച് പറഞ്ഞേച്ചാൽ മതി. യെസ് സർ. ജപ്പാനിൽ നിന്ന് Bring the file, man. Hello. Give me our lawyer, Sukumaran.